അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് മുതലാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. അയൻകുട്ടിനെ വെയിറ്റ് ചെയ്ത് എത്തിയതും ഒരുപാട് സംസാരിക്കാനുണ്ടാവും കേട്ടോ. നിങ്ങളുടെയൊക്കെ മക്കൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനപ്പം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. കാരണം ഒരാൾ വർത്താനം പറയുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കണത് അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ചില സമയത്ത് എനിക്ക് വയ്യാന്നൊക്കെ തോന്നുകയാണെങ്കിൽ ശരി നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവൻ പോവുകയും ചെയ്യും. അധികം ഞാൻ കേട്ടിരിക്കും കേട്ടോ. എന്തൊക്കെ പറയണം അതൊക്കെ കേട്ടിരിക്കണം. സംസാരിക്കുമ്പം കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പോൾ അവൻ വന്ന് മേല് കഴുകി പോയി. റിഹാനും വന്നതും അന്ന് സ്കൂളിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ മക്കളല്ലേ, അവർക്ക് മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ അവർ മറച്ചു വയ്ക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉഴുന്നുവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ഹണി കേക്ക് നമ്മൾ ടോപ്പിന് വെച്ചൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്താലേ കിട്ടുള്ളൂ തോന്നിയപ്പം വീണ്ടും ഒന്ന് കട്ട് ചെയ്തു. എനിക്കിതിൻ്റെ താഴെയുള്ള ആ ഒരു സംഭവമല്ലേ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനതിങ്ങനെ ചുരണ്ടി എടുത്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്, നല്ല ഹണിയുടെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിരുന്നു. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ 2 ദിവസം വ്ളോഗാണെങ്കിൽ പിന്നെ ഒരു ദിവസം ലൈവ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഉഴുന്നുവടയും ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറേ കമൻറ്റ്സ് ഉണ്ട് അല്ലേ, ഞാൻ റിപ്ലൈ തരാം കേട്ടോ എല്ലാറ്റിനും. പിന്നെ നമ്മുടെ വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സ് റെസിപ്പി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏലക്ക വറുത്ത ഉരുളി എവിടുന്നാണ് വാങ്ങിച്ചത്? ഉരുളിയിലാണോ ഞാൻ ഏലക്ക വറുത്തത്? അല്ലല്ലോ, അത് വേറൊരു സംഭവമാണ്. അത് ഞാൻ നമ്മുടെ ഇഞ്ചസ്വാലി ഇല്ലേ അതിന്നാണ് കേട്ടോ. ഒരുപാട് മണ്ണാണ് കേട്ടോ എനിക്ക് അതിന് കിട്ടിയത്. ഇത് ഇന്ന് സോസും കൊട്ടി. ഇപ്പോഴത്തെ ഡ്രസ്സ് ഓവർ സൈസ് ഡ്രസ്സായതുകൊണ്ട് അതിൻ്റെ മെനക്കേട് മൊത്തം നമുക്കാണല്ലേ. വാഷ് ചെയ്യുമ്പോൾ താഴെ ചളി ഉണ്ടാവും, ഇതുണ്ടാവും. അതിനൊക്കെ നന്നായി ഇങ്ങനെ പൊടിയിട്ട് അത് കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം മെഷീനിൽ ഇടണമെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കയറ്റി വെക്കുക എന്നുള്ളത്. പണ്ട് എന്താ പറയുക, നെരിയാണിയുടെ മേലെ കയറ്റി വെക്കുന്ന ഒരു ഫാഷനായിരുന്നു. ഇപ്പം അങ്ങനെ താഴത്തൂടെ അടിച്ചു വരുന്ന ഫാഷനില്ലേ. അപ്പോൾ കാലത്തിനനുസരിച്ച് കോലം എന്ന് പറയണ പോലെ. പിന്നെ നിങ്ങൾ ഓട്ടട ഉണ്ടാക്കില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഉമ്മാക്കും അറിയില്ല തോന്നുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ സംഭവം കഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ ഒരുപാട് വർഷം മുന്നേ ഉണ്ടാക്കിയ സാധനം. അങ്ങനെ അവന് ഇതാ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കേക്കും സോസും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കോമ്പിനേഷൻ. അവനിങ്ങനെ പുതിയ കോമ്പിനേഷൻ പിടിച്ചുകൊണ്ടേയിരിക്കും. എന്നെ പോലെയൊക്കെ തന്നെയാണ് ഞാനും. അതുപോലെ ഓരോ കോമ്പിനേഷൻ കണ്ട് അത് മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്ത് അങ്ങനെ ഞാനും കണ്ടുപിടിക്കും കേട്ടോ. പിന്നെ എൻ്റെ മോനിപ്പോൾ തന്നെ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്, നാളെ സ്കൂളിലേക്ക് പൊട്ടറ്റോ റൈസ് മതി എന്ന് പറഞ്ഞിട്ട്. അധികം എരിവില്ലാണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. കഹാനിയിൽ പോകാറില്ലേ ചോദിക്കുന്നുണ്ട്. പോകാറുണ്ട്. ഈ ആഴ്ച പോകണമെന്ന് വിചാരിച്ചതാണ് ഫ്രൈഡേ. പക്ഷേ ചില സാങ്കേതിക കാരണവശാൽ പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് വീക്ക് എന്തായാലും പോകണമെന്നുണ്ട് ഇൻഷാല്ലാ. പക്ഷെ പോയി കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവൻ ട്യൂഷൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവൻ്റെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വന്നിട്ട് ഈ മീൻ ഇറച്ചി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു ചോറൊക്കെ കഴിക്കുക. അല്ലാണ്ട് ഇപ്പം ഞാൻ ചോറ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോറൊന്നും കുട്ടികൾക്ക് അധികം വെക്കാറില്ല. അവർ കഴിക്കുന്ന സമയങ്ങളിൽ വെച്ച് കൊടുക്കും. പിന്നെ പാലക്കാടുകാർക്ക് പണ്ടൊക്കെ ഇങ്ങനെ വെളുത്തുള്ളി ഉപയോഗിച്ച് കൂട്ടാൻ ഉണ്ടായിരുന്നില്ല എന്നാണോ? ഉപയോഗിച്ച് കൂട്ടാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പണ്ടത്തെ ആളല്ലല്ലോ, ഞാനിപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത് പാലക്കാട്. ഇപ്പോഴും മീൻസ് 10-12 വർഷമായി. അപ്പോൾ ഞാൻ കാണുന്ന സമയം മുതൽ ഈ കറിയിൽ വെളുത്തുള്ളി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളിയില്ലേ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഈവനിങ് പോയിട്ട് വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്നാക്ക് നമ്മൾ ടോപ്പിന് വെച്ചൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നെക്സ്റ്റ്. ഇതാണ്
ടോപ്പ് നോച്ചിലെ ഏറ്റവും സ്പെഷ്യൽ. അവർക്ക് വലിയൊരു പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഭയങ്കര സ്പെഷ്യലാണ് ക്യാരറ്റ് മൈസൂർ പാക്ക്. ഞാനിത് വേറെ എവിടെ നിന്നും ഇത്ര ടേസ്റ്റിൽ കഴിച്ചിട്ടുമില്ല, വേറെ എവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടോ. അങ്ങനെ ചായ വയ്ക്കാൻ വേണ്ടി നിന്നു, കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അതിൻ്റെ ഇടയിൽ ഉഴുന്നുവട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കുത്തി കയറ്റിയില്ലെങ്കിൽ പക്ഷെ ആ ഒരു ശീലം നിർത്തണമല്ലേ. അതുപോലെ നമ്മുടെ കൊള്ളിപ്പുളിയിൽ ഇങ്ങനെ തേങ്ങ കൂടെ അരച്ച് ചേർക്കുമെന്ന് പറയുന്നത് കേട്ടു. ഞാനും അത് വേറെ എവിടേക്കോ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൽ വെക്കുമ്പോൾ വറുക്കേണ്ട ആവശ്യമില്ല, വേഗം വേവാൻ വേണ്ടിയാണ് വറുക്കുന്നത്. പക്ഷേ വറുത്താൽ ടേസ്റ്റ് ഉണ്ടാകും. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വറുത്താലുള്ള ടേസ്റ്റ് വേറെ ലെവലാണ്. വെള്ളത്തിലിട്ടിട്ടും ഉണ്ടാക്കും, പക്ഷെ വറുത്തിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് എനിക്കും ഇഷ്ടമായത്. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി ഇടാറില്ല എന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ, എനിക്കറിയില്ല. അതേപോലെ നമ്മുടെ കൊള്ളുപുളി കാണുന്നതന്നെ ഫസ്റ്റാണെന്ന് പറയുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്താ പറയുക, തമിഴിലാണ് ഈ കൊള്ളു എന്ന് പറയുന്നത്, മുതിര എന്ന് പറഞ്ഞാൽ മലയാളമാണ് കേട്ടോ. ഇന്ന് പൊതുവേ എൻ്റെ വോയിസ് ഭയങ്കര ഡള്ളായിരിക്കും. ഫസ്റ്റത്തെ കാര്യം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ സെക്കൻഡത്തെ കാര്യം ഇന്ന് എനിക്ക് അധികം പണിയൊന്നുമില്ല, അതും. അങ്ങനെ രാവിലെ എന്തുണ്ടാക്കുമെന്ന് ചിന്തിക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. ആ പാരൻസൊക്കെ എൻ്റെ പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക, അതേപോലെ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. FB ആണെങ്കിലും അതിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പൊടി കൈകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലഞ്ച് ബോക്സും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരം പ്ലേസാണ് അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കസിൻസും ഉമ്മയും ഒക്കെ വരാറുണ്ട്. ഇരുന്ന് സൊറ പറയും. ഈവനിങ് എല്ലാവരും കൂടെ കൂടിയിരുന്ന് സൊറ പറയുന്ന ഒരു വൈബ് വേറെ തന്നെയാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ഞാൻ ഫോൺ നോക്കിയിട്ടായിരുന്നു, കാരണം ആരും വർത്താനം പറയാൻ ഇന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മ ഉള്ളിൽ എന്തോ പണിയിലായിരുന്നു. പിന്നെ ഞാൻ വേഗം തുണികളൊക്കെ അയൺ ചെയ്ത് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയൺ ചെയ്യാനിപ്പോൾ ചാർജ് 20 ആയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം പറഞ്ഞ പോലെ അതാ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ പൊടിക്കൈകളും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം എരിവൊന്നും ഇല്ലാത്ത രീതിയിലുള്ള റൈസാണ്. മഷ്റൂം ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഈ ബട്ടറിൽ. കുറച്ച് ഉപ്പും പെപ്പറും മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആവും. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം. നമ്മുടെ ഈ ചട്ടി ഇൻഡസ് വാലിയുടെയാണ്, ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി സ്ലൈസാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ പറയുക, പൊടികളായിട്ട് വേറൊന്നും ഇപ്പം ചേർക്കണ്ട. അരി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി ഉപ്പും നമ്മുടെ മഷ്റൂമും കുറച്ച് മല്ലിയിലയൊക്കെ തട്ടി കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. സൈഡായിട്ട് സാലഡോ അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം മതി കേട്ടോ. അപ്പോൾ അത് വേഗം വേഗം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അയ്യോ എൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോവുക, അത്രയും ഉറക്കം വരും എനിക്ക്. അപ്പോൾ ഇങ്ങനെ വേഗം വേഗം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി. ഇനി വേറെ ഒന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണണം. പിന്നെ ഈവനിങ് 7 മണിക്കാണ് നമ്മുടെ വ്ളോഗ് വീണ്ടും തുടങ്ങിയത്. ഞാനും റിഹാനും അന്താരാഷ്ട്ര ചർച്ചയിലാകുമ്പോൾ ഞങ്ങളെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുന്ന ഏൻകുട്ടിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ ഞാൻ ചൂടാക്കി വെച്ച പണിയാരും അതേപോലെ ഉഴുന്നുവടയൊക്കെ എടുത്തിട്ട് ചായ എടുത്തിട്ട് അവന് കഴിക്കുകയാണ്. ആൾ ജിമ്മിൽ പോയി തുടങ്ങിയ ശേഷം തടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ആൾ മെലിഞ്ഞ് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ മെലിയണമില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ പിള്ളേർ സ്കൂളിലോട്ട് പോവുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചത് വേറെ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ഉണ്ട്, അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ്, അധികം സ്പൈസി ആയിട്ടുള്ള സംഭവം എന്നല്ല കേട്ടോ. മാക്രോണി
വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പും കുറച്ച് എണ്ണയും ആക്കിയിട്ട് തിളച്ച വെള്ളത്തിലോട്ട് മാക്രോണി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 400 ഗ്രാം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, എണ്ണയിലോട്ട് വലിയുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ക്യാരറ്റും ബീൻസും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാക്രോണി വെന്തോ നോക്കണം. വെന്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റുക, ഊറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ കഴുകി അവിടെ വെക്കുക കേട്ടോ. പിന്നെ ക്യാപ്സിക്കം പകുതി, ഒരു തക്കാളി, മഷ്റൂമും ചേർത്തി കൊടുത്തിട്ട് ഇനി ഈ വെജിറ്റബിൾ കംപ്ലീറ്റ് എന്താ പറയുക നന്നായിട്ടങ്ങ് കുക്കാക്കി എടുക്കണം. ഒന്ന് അടച്ച് വയ്ക്കുക, പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ധാരാളം വെജിറ്റബിളൊക്കെ വയറ്റിൽ പോകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അതിൽ മാക്സിമം വെജിറ്റബിൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മാഗി ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ മതി. ചിക്കൻ മസാല, ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മാഗി ക്യൂബ് ഉണ്ടായിരുന്ന ഉപ്പ് ശ്രദ്ധിച്ചിട്ടാൽ മതി. ഒരു സ്പൂൺ ടൊമാറ്റോ സോസും ഒരു സ്പൂൺ ഷെസ്വാൻ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം വേവിച്ച് വെച്ച നമ്മുടെ മാക്രോണിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കുക, മല്ലിയിലേക്ക് തൂവി കൊടുക്കുക. അപ്പം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള, അധികം സ്പൈസി ഒന്നും അല്ലാത്തൊരു മാക്രോണി റെസിപ്പിയാണ്. മഷ്റൂമും ചിക്കനും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. അടച്ച് വയ്ക്കാം, പിന്നെ ലഞ്ച് ബോക്സിൽ ആക്കിയിട്ട് പാക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് 2 ലഞ്ച് ബോക്സാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേർ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പം എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. Bye. Bye. Bye.